സമാധിയുടെ പേരാണ് ഭവപ്രത്യേക വിദേഹ പ്രകൃതിലയാനാം. വിദേഹ പ്രകൃതിലയന്മാർക്ക്, പ്രകൃതിയിൽ ലയിച്ചു പോയവർ, ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ശരീരം ഉപേക്ഷിച്ചിട്ടുള്ള അങ്ങനെയുള്ളവരുടെ ആ സമാധിയുടെ പേരാണ് ഭവപ്രത്യയമെന്ന് പറഞ്ഞേക്കുന്നത്. അതും ഈ 6-ാം അധ്യായത്തിൽ നല്ലതുപോലെ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അയതി ശ്രദ്ധയോപേതോ യോഗാ ചലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാംഗതിൻ കൃഷ്ണ ഗച്ഛതി എന്ന്. യോഗത്തിൽ നമ്മൾ യോഗം അനുഷ്ഠിച്ചു കൊണ്ടുവരുന്ന കാലത്ത് അതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്ഥിതി എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നതാണ്, പാർത്ഥ നൈവേഹ നാമോത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാംഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ എന്നാണ്. അതായത് യോഗഭ്രഷ്ടനായിട്ടുള്ളവർ അവരുടെ അടുത്ത ജന്മത്തിൽ അവർ ശുചിമാന്മാരുടെയും അതുപോലെ ശ്രീമത അങ്ങനെയുള്ള ഒരു കുലത്തിൽ വന്ന് ജനിക്കുമെന്നാണ് അടുത്ത ബർത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് യോഗത്തിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ ധ്യാനയോഗത്തിൽ നിന്ന് ജ്ഞാനയോഗത്തിൽ നിന്നും വ്യതിചലിച്ച ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവസ്ഥ എന്താണ്? അയാളെന്താ കച്ഛിന്നോഭയ വിഭ്രഷ്ട ഛിന്നാപ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപ്പൈ. ആകാശത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഘങ്ങൾ കാറ്റടിക്കുമ്പോൾ ചിന്നിച്ചിതറി പോകുന്നത് പോലെ ഇയാളും അങ്ങനെ അയാളുടെ അവസ്ഥ എന്താകും എന്നാണ് അർജുനൻ ചോദിക്കുമ്പോഴാണ് അയാൾക്ക് നാശം ഒരിക്കലും സംഭവിക്കത്തില്ല, അത് സംസ്കാരം അങ്ങനെ അവശേഷിക്കുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ളതായ ജന്മം അയാൾക്ക് സിദ്ധിക്കും എന്ന് ഗീതയിൽ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭവപ്രത്യേക വിദേഹ പ്രകൃതിലയാനം. ഇനി ശ്രദ്ധ, ഇതൊക്കെ പഠിക്കണമുണ്ടോ? ഈ ശ്രദ്ധ, വീര്യ, സ്മൃതി, സമാധി, പ്രജ്ഞാപൂർവക ഇതരേഷാം മറ്റുള്ളവർക്ക്, അതായത് ഈ പ്രാരംഭ ദശയിൽ, ഇതിപ്പം യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായ ആളിൻ്റെ കാര്യമാണ് ഭവപ്രത്യയം എന്ന് പറഞ്ഞത്. അപ്പം യോഗത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക പ്രാരംഭ ദശയിലുള്ള ആൾക്കാർ എങ്ങനെ യോഗം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. ഇതരേഷാം മറ്റുള്ളവർക്ക് എങ്ങനെയാണ്? ശ്രദ്ധ, വീര്യ, സ്മൃതി, സമാധി, പ്രജ്ഞാപൂർവക. ഇത് അവർ, അതായത് ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ശ്രദ്ധ എന്ന് വെച്ചാൽ യോഗ വിഷയെ ചേതസഹ പ്രസാദ. നമ്മൾ ശ്രദ്ധയോടൊരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ യോഗമാണല്ലോ, അതാണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ യോഗ ചേതസഹ പ്രസാദ, മനസ്സിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ വീര്യം എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ഉത്സാഹത്തെയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരാൾക്ക് യോഗം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നാണ്. സ്മൃതി, അപ്പോൾ നമ്മളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക. സ്മൃതി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അനുഭൂത വിഷയ അസംപ്രമോഷ, സംസ്കാരജന്യമായ ജ്ഞാനമാണ് സ്മൃതി. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാനുള്ളതായ ഒരു കഴിവ്. അപ്പോൾ ശ്രദ്ധ, വീര്യ, സ്മൃതി, സമാധി അറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. പ്രജ്ഞാപൂർവ്വം, ഇതുള്ളവർക്ക് മാത്രമേ, അതായത് നമ്മൾ യോഗം അഭ്യസിക്കണമെങ്കിൽ അതെങ്ങനെ വേണം? ശ്രദ്ധയോടെ, വീര്യത്തോടെ അല്ലെങ്കിൽ ഉത്സാഹത്തോടെയൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ഈ അസംപ്രജ്ഞാത സമാധി പ്രാരംഭ ദശയിലുള്ളവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന്. അതായത് യോഗം അനുഷ്ഠിക്കുമ്പം അത് ശ്രദ്ധാപൂർവമായിരിക്കണം, വീര്യത്തോടും ഉത്സാഹത്തോടും സ്മൃതിയോടുമൊക്കെ അനുഷ്ഠിച്ചാലേ എന്തുണ്ടാകത്തുള്ളൂ? സമാധി ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റേ വിദേഹ പ്രകൃതിലയന്മാരുടെ സമാധിയുടെ പേര് ഭവപ്രത്യയം എന്നാണ്. ഇതരേഷ മറ്റുള്ളവർക്ക് ശ്രദ്ധ, വീര്യ, സ്മൃതി, സമാധി, പ്രജ്ഞാപൂർവക എന്നീ ഈ ഉപായങ്ങൾ കൊണ്ട് മാത്രമേ സമാധി സിദ്ധിക്കുകയുള്ളൂ എന്നർത്ഥം. ഇനി തീവ്ര സംവേഗാനാം ആസന്ന. അപ്പോൾ നമ്മൾ ഈ
ക്രിയയ്ക്ക് ദൃഢമായ നമ്മളത് പെട്ടെന്ന് ചെയ്യുന്നവർക്ക്, അതായത് സംവേഗം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞെങ്കിൽ ക്രിയാഹേതുർ ദൃഢതരഹ സംസ്കാര, ക്രിയയ്ക്ക് കാരണഭൂതം, അതായത് സാധനാനുഷ്ഠാനത്തിനുള്ള ഉറപ്പും വൈരാഗ്യവും ദൃഢമായിട്ടുള്ളവർക്ക് ആസന്ന സമാധി ലാഭ, അവർക്ക് പെട്ടെന്നുണ്ടാവും എന്നർത്ഥം. അതായത് വൈരാഗ്യവും ഒക്കെ ഉള്ളവർക്ക്, സാധാരണ ആൾക്കാർക്കാണ് നമ്മളെന്ത് പറഞ്ഞാൽ ശ്രദ്ധ, വീര്യ, സ്മൃതി, സമാധി, പ്രജ്ഞ എന്നൊക്കെ പറഞ്ഞത്. അപ്പം അല്ലാതെ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുക, സാധനാനുഷ്ഠാനത്തിന് ഉള്ള ഉറപ്പും വൈരാഗ്യവും തീവ്രതയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആസന്നഹ സമാധിലാഭം, പെട്ടെന്നുണ്ടാവും സമാധിലാഭം എന്നാണ് ഈ സൂത്രത്തിൽ പറഞ്ഞത്. തീവ്ര സംവേഗാനാം, സംവേഗം എന്നുള്ളതിനിവിടെ സാധനാനുഷ്ഠാനത്തിനുള്ള ഉറപ്പും വൈരാഗ്യവും തീവ്രതയും, അതിനെയാണ് എന്തെന്ന് പറയുന്നത് സംവേഗം എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തതിനകത്ത് മൃദു മധ്യ അധിമാത്രത്വാ തതോപി വിശേഷ, അവർക്ക് വിശേഷം എന്ന് വെച്ചാൽ അവർക്ക് കാലതാമസം ഉണ്ടാകുന്ന മന്ദബുദ്ധികൾക്കൊക്കെ, അതായത് മന്ദബുദ്ധിയുള്ള അല്ലെ ഉദ്ദേശിച്ചത്, അത് നമ്മൾ തണുപ്പൻ മട്ടിലൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ, അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിന് കുറച്ച് കാലതാമസം ഉണ്ടാകും എന്നാണ് ഈ സൂത്രം. മൃദു മധ്യ അധിമാത്രത്വാ തതോപി വിശേഷ, അതൊന്നും അത്ര പ്രാധാന്യമുള്ളതല്ലാത്തതുകൊണ്ട്. ഇനി ഇപ്പോൾ ഉപായങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വേറൊരു ഉപായം പറയുകയാണെങ്കിൽ ഇതാനിയും ഏതതുപായ വിലക്ഷണം സുഖം, അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഉപായമായതുകൊണ്ട് അല്ല ചെയ്യാൻ പറ്റുന്നത് തന്നെ. സുഗമം ഉപായാന്തരം ദർശയിതുമാക ഈശ്വര പ്രണിധാനാത് വാ സമാധിലാഭ. ഈശ്വര പ്രണിധാനാത്, ഈശ്വരനെ പ്രണിധാനം ചെയ്യുക എന്ന് വെച്ചാൽ ഭക്തി വിശേഷമാണ് പ്രണിധാനം എന്ന് വെച്ചാൽ. ഈശ്വരനെ നിരന്തരം ധ്യാനിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, സമാധി ഉണ്ടാക്കും എന്നർത്ഥം. അപ്പോൾ ഈശ്വര പ്രണിധാനാദ്വ, ഈശ്വരൻ എന്താണെന്നൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട്. പ്രണിധാനം ഭക്തി വിശേഷ, സർവക്രിയാനാം തത്ര അർപ്പണം, എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതും പറയുന്നുണ്ട്. യത് കരോഷി യദശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. നീ എന്ത് ചെയ്താലും അത് എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. യത് കരോഷി, നീ എന്ത് ചെയ്യുന്നു, യത് അശ്നാസി, എന്ത് കഴിക്കുന്നു, യത് ജുഹോഷി, നീ എന്ത് സേവിക്കുന്നു, യത് ദദാസി, എന്ത് ആർക്കെങ്കിലും എന്ത് കൊടുക്കുന്നു, അതെല്ലാം നീ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്താൽ, അതാണ് ഇവിടെ പ്രണിധാനം എന്നുള്ളത് കൊണ്ട് പറഞ്ഞേക്കുന്നത്. സർവക്രിയാനാം തത്രാർപ്പണം, എല്ലാ ക്രിയകളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പം നമുക്ക് ക്രമേണ സമാധി ലാഭം ഉണ്ടാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കതിനകത്തൊന്നും ആസക്തി ഇല്ലെങ്കിൽ, എല്ലാം ഈശ്വരാർപ്പണ ബുദ്ധിയ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നിനോടും ഒരാസക്തി ഇല്ലല്ലോ. അതിനെ ക്രമേണ നമ്മൾ അനാസക്തനായി അങ്ങനെ നമുക്ക് സമാധി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈശ്വര പ്രണിധാനാത് വാ സമാധിലാഭ, ഈശ്വരനെ നിരന്തരം നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ നമസ്കരില്ല, ഭക്തിവിശേഷമാണ് പ്രണിധാനം എന്നുള്ളത്. അപ്പോൾ ഈശ്വരൻ്റെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്യുന്നതും അത് ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സമാധിലാഭം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ ഈശ്വരൻ എന്ന് പറഞ്ഞേക്കാണ് അടുത്ത സൂത്രത്തിൽ. ക്ലേശ കർമ്മ വിപാകാശയൈഹി അപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര. ക്ലേശ കർമ്മ വിപാക ആശയൈഹി അപരാമൃഷ്ട പുരുഷവിശേഷ, ഒരു പുരുഷവിശേഷമാണ് ഈശ്വരൻ. അതാണ് ഈശ്വരൻ. ക്ലേശം, ക്ലേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ അടുത്തതിൽ പഠിക്കുക. അവിദ്യാസ്മിത രാഗദ്വേഷാഭിനിവേശാഹ പഞ്ചക്ലേശാഹ എന്നാണ് സാധനപാദത്തിലാണത്. ഇവിടെ ക്ലേശ ക്ലിഷ്ണം രീതി ക്ലേശാഹ അവിദ്യാദേഹ ഭക്ഷ്യമാനാഹ എന്നാണ് ഇനി പറയാൻ പോകുന്നതേ ഉള്ളൂ അടുത്ത പാദത്തിൽ. അപ്പോൾ ഈ ക്ലേശമോ അതുപോലെ കർമ്മം എന്നുള്ളതിനോട് പറയുന്ന വിഹിത നിഷിദ്ധ വ്യാമിശ്രരൂപമായ കർമ്മങ്ങൾ, ഇന്നത് ചെയ്യണം എന്ന് പറയുന്ന വിഹിത കർമ്മങ്ങളുണ്ട്. വിഹിതം ബന്ധം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം. പുത്രസ്ഥേ ജാതഃ
നിനക്ക് കുട്ടി ഉണ്ടായി എന്ന് പറയുമ്പം നമ്മൾ ജാതേഷ്ട്യാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. ആ ജനനത്തോടനുബന്ധിച്ച് ചെയ്യുന്നതായ കർമ്മങ്ങൾ, അതാണ് വിഹിത കർമ്മങ്ങൾ. നിഷിദ്ധ കർമ്മങ്ങളെന്ന് പറയുമ്പം ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ. ബ്രാഹ്മണോന്ന് പണ്ട് പറഞ്ഞ് എഴുതി വച്ചേക്കുന്ന അങ്ങനെയാണ്, ബ്രാഹ്മണോന്ന് ഹന്തവ്യ, ബ്രാഹ്മണനെ കൊല്ലരുത് എന്ന് പറയുന്നത് നിഷിദ്ധ കർമ്മമാണ്. അപ്പോൾ വ്യാമിശ്വരൂപം എന്ന് വെച്ചാൽ രണ്ടിൻ്റെ കൂടെ മിശ്രമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കർമ്മങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാത്തവനും അപ്പം അവിദ്യാദി ക്ലേശങ്ങളുമായിട്ടും അതുപോലെ വിഹിത നിഷിദ്ധ വ്യാമിശ്രരൂപമായിട്ടുള്ളതായ കർമ്മങ്ങളുമായിട്ടും ഇനി അപ്പോൾ ക്ലേശകർമ്മം. ഇനി വിപാകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, വാസനാഖ്യാഹ വിപച്യന്തേ ഇതി വിപാകാഹ കർമ്മഫലാനി ജാത്യായുർഭോഗാനി. കർമ്മഫലത്തെയാണ്, ആ കർമ്മഫലം അനുസരിച്ചാണ് ജാതി ആയുസ് ഭോഗം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇവിടെ ക്ലേശം കർമ്മ വിഭാഗം. ആശയം എന്ന് വെച്ചാൽ എന്താണ്, ശീര്യതേ എന്നാണ്, ശേരതേ ഇത്യാശയ വാസനാഖ്യാഹ സംസ്കാരാഹ. അപ്പോൾ വാസന ആ സംസ്കാരത്തെയാണ് വാസനാഖ്യ, വാസന എന്ന പേരുള്ള നമ്മുടെ ഓരോ കർമ്മത്തിനും കർമ്മവാസന അനുസരിച്ച് എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആശയ എന്നുള്ളത് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലേശ കർമ്മ വിഭാഗ ആശയൈഹി അപരാമൃഷ്ട, ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത അപ്പം അവിദ്യാദികളാകുന്ന ക്ലേശങ്ങളുമായിട്ടോ അതുപോലെ തന്നെ വിഹിത നിഷിദ്ധാദികളാകുന്ന കർമ്മങ്ങളുമായിട്ടോ അതുപോലെ ജാത്യായുർഭോഗങ്ങളാകുന്ന വിഭാഗങ്ങളുമായിട്ടോ വാസന ആകുന്ന ആശയമായിട്ടോ ഒന്നും അപരാമൃഷ്ട, യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുരുഷവിശേഷമാണ് ഈശ്വരനെന്ന് പറയുന്നത്. അപ്പം ക്ലേശ കർമ്മ വിപാകാശയൈഹി അപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വരഃ. ക്ലേശകർമ്മ വിപാകാശയൈ അപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വരഃ. ക്ലേശ എന്ന് വെച്ചാൽ പറയാൻ പോകുന്നതാണത് അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷ, അഭിനിവേശാഹ പഞ്ചക്ലേശാഹ. അത് അടുത്ത ചാപ്റ്റർ വരുന്നതാണ്. പിന്നെ കർമ്മം വിഹിത നിഷിദ്ധ വ്യാമിശ്രരൂപാണി കർമാണി. ഇനി ആശയം എന്ന് പറയുന്നത് വിഭാഗം എന്ന് പറയുന്നത് ജാത്യായു ഭോഗാനി. ഇനി ആശയം എന്നുള്ളത് കൊണ്ട് വാസനാഖ്യാഹ സംസ്കാരാഹ, ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത പുരുഷവിശേഷത്തെയാണ് ഈശ്വരനെന്ന് പറയുന്നത്. അപ്പം ക്ലേശകർമ്മ വിപാകാശൈഹി അപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര. ഒരു സമാധിക്ക് മറ്റൊരു ഉപായത്തെയാണ് നമ്മൾ പറയുന്നത്. ഏത് ഈശ്വര പ്രണിധാനാദ്വാ സമാധിലാഭ. ഈശ്വരനിലുള്ളതായ പ്രകർഷേണയുള്ള ഈശ്വരനിലുള്ളതായ അസാധാരണമായ ഭക്തി വിശേഷമാണ് ഇവിടെ ഈശ്വര പ്രണിധാനം എന്നുള്ളത് കൊണ്ട് പറഞ്ഞേക്കുന്നത്. അപ്പം എന്താ ഈശ്വരൻ എന്ന് പറയുന്നു? ക്ലേശകർമ്മ വിപാകാശയൈഹി അപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര എന്ന്.